സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പുരോഗമിക്കുകയാണ്. LDFന്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാവിലെ 10:30 യോഗം ചേരും. അതായത് സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, തീർച്ചയായും ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും മണലൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ആളാണ് TN പ്രതാപൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ്. ഇപ്പോൾ ഇറവ കപ്പൽ പള്ളിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. വലിയ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതാപേട്ട, ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? മണലൂരിൽ ഞങ്ങൾ ഇന്ന് പ്രവേശനോത്സവം നടത്തുകയാണ്. ഞങ്ങൾ മണലൂരിൽ നിന്ന് UDF കാലെടുത്തിരിക്കുകയാണ്. അതും NI ദേവസ്വം കൂട്ടിച്ചേട്ടൻ എന്ന മണലൂരിൻ്റെ വൈകാരികത ഉള്ള നേതാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന സ്ഥലത്ത് വന്ന് ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നല്ല ആത്മവിശ്വാസമാണ്, 100% ഉറപ്പാണ്. മണലൂർ UDFൻ്റെ മണ്ണാണ്, കോൺഗ്രസിൻ്റെ മണ്ണാണ്. ഏത് കാലത്തും മണലൂർ കൃഷിക്കാരും ഇവിടെയുള്ള സാധാരണക്കാരുടെയും കുറേ സങ്കടങ്ങളും ആവലാതികളുണ്ട്. ആ സങ്കടങ്ങളും ആവലാതികളും പരിഹരിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടൽ ഇതാ ഞങ്ങൾ ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. നെക്സ്റ്റ് അടുത്ത മെയ് 4 മുതൽ 2026 മെയ് 4 മുതൽ 5 വർഷക്കാലം മണലൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു കാലമാണ്. ആ കാലത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്നത്? അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ പോലും ഇനി അങ്ങോട്ട് നടത്താൻ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അതിനുള്ള കൃത്യമായൊരു ചിട്ടയോടുകൂടി ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃത്യമായൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, കൃത്യമായൊരു ഐഡിയ ഉണ്ട്. ഓരോ ബൂത്തിലും ഞങ്ങൾ എല്ലാ 235 ബൂത്തിലും UDFൻ്റെ ആളുകൾ എത്രയോ ദിവസങ്ങളായി സജ്ജമാണ്. അവർ മുഴുവൻ മെയ്യും കയ്യും മറന്നാണ് അവർ ഈ ബൂത്തുകളിൽ വർക്കാൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബൂത്തിലാണ്, താഴെ തലത്തിലാണ്, കുടുംബങ്ങളിലാണ്, നേരിട്ട് വോട്ടർമാർക്കിടയില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പ്രതാപേട്ട കഴിഞ്ഞ തവണ പറഞ്ഞു തൃശ്ശൂരിൽ 10+ സീറ്റ് ലഭിക്കുമെന്നുള്ളത്. ആ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? കഴിഞ്ഞ തവണ ആര് പറഞ്ഞു? കഴിഞ്ഞ തവണ പ്രതാപേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ തവണ ചോദിച്ചു പറഞ്ഞത് 10+ കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല കേരളത്തിൽ 100+ എന്നും പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? അത് ഇത്തവണ പറഞ്ഞതാ. കഴിഞ്ഞ തവണ ഇത്തവണ എന്ന് പറഞ്ഞത് കേരളത്തിൽ 100+ ഷുവർ. തൃശ്ശൂരിൽ നിങ്ങൾ എഴുതി വെച്ചോ 10, മിനിമം 10. അതിലേക്ക് അപ്പുറത്തേക്ക് ഭയങ്കരമായ ട്രെൻഡല്ലേ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കി, നാട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ കിടന്ന ചുമട്ട് തൊഴിലാളികൾ, CITUവിൻ്റെയും IITUCയുടെയും BMSൻ്റെയും ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ചുമട്ട് തൊഴിലാളികൾ അടക്കം മോട്ടോർ ഷോ ഓടിക്കുന്നവർ, ഈ നാട്ടിലെ പീഡിക തൊഴിലാളികൾ, സാധാരണക്കാർ, അവരോട് ചോദിച്ചു നോക്കും അവർക്ക് ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഒരുപാട് ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾ ഞങ്ങളെ കാണാറുണ്ട്, വിളിക്കാറുണ്ട്, പറയാറുണ്ട്. ഇത്തവണ ഞങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്, അത് വന്നേ പറ്റും. ഇനി എത്ര PR വർക്ക് നടത്തിയാലും, ഈ രാജ്യം മുഴുവൻ ഹോൾഡിങ്സ് മുഴുവൻ വെച്ചാലും, എല്ലാ സീരിയലുകളിലും പുതിയ പുതിയ ഡയലോഗുകൾ സൃഷ്ടിക്കപ്പെട്ടാലും നോ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേരളത്തിൽ മാറ്റം വേണം, ഭരണമാറ്റം വേണം. ആ ഭരണമാറ്റത്തിൻ്റെ സമയമാണ്. ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന കേരളം നമ്മൾ സങ്കടപ്പെടുന്ന കേരളമായി മാറും. നോ, കേരളം പ്ലസൻ്റ് കേരളമാകണം. കേരളം പ്രത്യേകിച്ചും എല്ലാ തലമുറയ്ക്കും സ്വീകരിക്കാവുന്ന കേരളമാകണം. കേരളത്തിൽ നിന്ന് ഇനി ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് കേരളം വിട്ട് പോകാൻ പാടില്ല. അവർക്കൊരു അവസരം ഒരുക്കണം. ആ അവസരം ഒരുക്കാൻ വേണ്ടി കൂടി ഒരു ന്യൂ കൺസെപ്റ്റാണ്, ഒരു പുതിയ ആശയമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഒന്നുള്ളത്, ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ നെഗറ്റീവ് ക്യാമ്പയിൻ ഇല്ല. ഞങ്ങൾ പോസിറ്റീവ് ക്യാമ്പയിനാണ്. ഞങ്ങൾ ചെയ്യും, എന്തിനാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ വന്നാൽ എന്താണ് ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു പോസിറ്റീവ് ക്യാമ്പയിനാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ പോസിറ്റീവ് ക്യാമ്പയിൻ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ 30% പേര് നോൺ പൊളിറ്റിക്കൽ അല്ലേ, 70% പേരല്ലേ പൊളിറ്റിക്കലുള്ളൂ. 30% വരുന്ന നോൺ പൊളിറ്റിക്കൽ ആളുകളെ മനസ്സിനകത്ത് അവർക്ക് ആവശ്യം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ, ജീവിത നിലവാരത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഞങ്ങളത് പ്രോമിസ് ചെയ്യുന്നു. മാറ്റും. കേരളത്തിൽ അതിൻ്റെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും, ഷുവർ. അതുമായിട്ട് ഈ
പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? അതൊക്കെ ഞങ്ങളുടെ ശത്രുക്കളായ BJP, RSS, സഹപരിവാർ, അതേപോലെ തന്നെ ഇടതുപക്ഷവും UDF ജയിക്കുമെന്ന് കാണുമ്പോൾ എല്ലാ തരത്തിലുള്ള അടവ് നയങ്ങളും എടുക്കും. ഇതൊക്കെ മനസ്സിലാക്കുക. പഴയ പോലെ CCTV ദൃശ്യങ്ങൾ എല്ലായിടത്തും കെടുക്കില്ലേ, എല്ലാ ഷോപ്പുകളും ഞങ്ങൾ ആ CCTV ദൃശ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരു പതിവ് സാധനങ്ങളുണ്ട്. ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മുഴുവൻ പിന്നെ ഞങ്ങളുടെ എതിർ മുന്നണിക്കാരുടെ സൃഷ്ടികളാണ്. ഇതുപോലെ എത്ര കണ്ടതാ ഞങ്ങളൊക്കെ, ഇതുപോലെ എത്ര കേട്ടതാ ഞങ്ങളൊക്കെ. അതൊക്കെ ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ട് ഈ കണ്ണിലൂടെ കളയും, ഈ ചെവിയുടെ കേട്ട് ഈ ചെവിയിലൂടെ കളയും. ജനങ്ങൾ ഹൃദയത്തിനകത്തൊരു പോസ്റ്റ് ഉണ്ട്, ജനങ്ങൾ ഹൃദയത്തിനകത്തൊരു സ്ലോഗൻ ഉണ്ട്. ആ സ്ലോഗനാ ഞങ്ങളുടെ സ്ലോഗൻ. ഇന്ന് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഇന്ന് എവിടേക്കാണ് പ്രവർത്തനം? ഞങ്ങൾ ഇന്നൊരു പ്രവേശനോത്സവം ഇവിടെ നിന്ന് ഞങ്ങൾ ഈ മനക്കൊടിയിൽ നിന്ന് ഇപ്പോൾ ദേവസ്വക്കുട്ടിയുടെ ഓർമ്മ പുതുക്കി ഇവിടെ നിന്ന് ഞങ്ങൾ ആരംഭിച്ച എല്ലാ മണ്ഡലത്തിലും പോയി. മണ്ഡലത്തിലെ ആളുകളോട് വൈകുന്നേരം പിന്നെ 6 മണിക്കുള്ളിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ആദ്യത്തെ ഭാഗമായി ആളുകളെ കാണും. ഇതാ നിങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും. അവിടെ മുതൽ പിന്നെ ഞങ്ങൾ ഇനി ബെല്ലില്ലാത്ത, ബ്രേക്കില്ലാത്ത ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്താ പറയുക 100 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും എല്ലാവിധ ആശംസകളും, വലിയ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, പ്രത്യേകമായ സന്തോഷം. അമൃത TVയുടെ എല്ലാ പ്രോത്സാഹനവും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ചും പക്ഷപാതരഹിതമായ രീതിയിൽ മണലൂരിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി അമൃതയുടെ പിന്തുണ കൂടി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് പ്രതാപേട്ടന് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. ഈ എറവ് കപ്പൽപ്പള്ളിക്ക് മുന്നിൽ നിന്ന് ഇവിടെ പിതാവിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചത്. പല സ്ഥലങ്ങളിലായിട്ട് റോഡ് ഷോയും മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ ഇന്ന് TN പ്രതാപന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വം വന്നില്ലെങ്കിൽ പോലും മണലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനാണെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത്. മണലൂരിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ അദ്ദേഹത്തിന്റെ ആദ്യഘട്ട പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിലും പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ മണലൂരിൽ ഇത്തവണ ഒരു ശക്തമായ മത്സരമുണ്ടാകും. UDFൽ നിന്ന് TN പ്രതാപനും ഇടതുമുന്നണിയിൽ നിന്ന് പ്രൊഫസർ C രവീന്ദ്രനാഥുമാണ്. രണ്ടുപേരും വലിയ ജനസ്വാധീനമുള്ള നേതാക്കളായതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും തൃശ്ശൂരിലെ മണലൂർ.